രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. രാജ്യത്തിന്റെ ശക്തി വിളിച്ചോതുന്ന പ്രൌഢോജ്വലമായ പരേഡിനാണ് 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സൈനിക വൈദഗ്ധ്യത്തിന്റെയും അതുല്യമായ സമ്മിശ്രണമായി ഭരണഘടനയുടെ 75 വർഷത്തെ നിയമനിർമ്മാണത്തിലും ജൻഭാഗീദാരിയിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിന പരേഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് പരേഡിന് തുടക്കമായത്. സായുധസേന, സമാന്തര സൈനിക വിഭാഗങ്ങൾ, NCC, NSS യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ആചാരപരമായ മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിച്ചു. ഇന്തോനേഷ്യയിൽ നിന്നുള്ള 160 അംഗ മാർച്ചിംഗ് സംഘവും 190 അംഗ ബാൻഡ് സംഘവും പരേഡിൽ പങ്കെടുത്തു. സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്ന വിഷയം പ്രദർശിപ്പിക്കുന്ന 31 ടാബ്ലോകൾ വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവയിൽ നിന്നായി പങ്കെടുത്തു. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ടാങ്കറുകളും സൈനിക വാഹനങ്ങളും പരേഡിന് മാറ്റുകൂട്ടി. വ്യോമസേനയുടെ 40 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വർണ്ണക്കാഴ്ചയൊരുക്കി. ഗ്രാമങ്ങളിലെ സർപഞ്ചുമാർ, കരകൌശല കൈത്തറി തൊഴിലാളികൾ, സ്വയം സഹായ സംഘം അംഗങ്ങൾ, ആശ, അങ്കണവാടി പ്രവർത്തകർ, റോഡ് നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങി 34 വിഭാഗങ്ങളിലായി 10,000 പേരെ പ്രത്യേകം അതിഥികളായി ക്ഷണിച്ചിരുന്നു. 5000-ലധികം കലാകാരന്മാരും പരേഡിൽ കലാവിരുന്നിന്റെ ഭാഗമായി. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യം, ഐക്യം, സമത്വം, വികസനം, സൈനിക വൈഭവം എന്നിവയുടെ സവിശേഷമായ മിശ്രിതമായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങളുമായി 300 സാംസ്കാരിക കലാകാരന്മാർ സാരേ ജഹാൻ സെ അച്ഛ ഗാനം വായിച്ച് പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു. 47 വിമാനങ്ങളുടെ ഫ്ലൈപാസ്റ്റോടെയാണ് പരേഡ് സമാപിച്ചത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.